കോഴിക്കോട് ഹർത്താൽ അനുകൂലികളും വണ്ടികൾ തടയുന്നു, അതിന്റെ ദൃശ്യമുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നു. ഷഹദ്, അവിടെ ഇപ്പോൾ എന്താണ് ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ കടന്നിരിക്കുന്നതാണല്ലോ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. SKN സമരം സംഘർഷത്തിലേക്ക് വഴി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഈ മണിക്കൂറിലെ വാർത്ത. ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ കുറെ അധികം, നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വകാര്യ ബസ്സുകൾ കുറെ അധികം സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ സ്വകാര്യ ബസ്സുകൾ തടയാൻ ഈ സമരാനുകൂലികൾ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞുകൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്വകാര്യ ബസ് ജീവനക്കാരനെ, അതായത് സ്വകാര്യ ബസ്സിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട്, അതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകളുണ്ടാകും, വിവിധ ഇടങ്ങളിലൂടെ പോകുന്ന ബസ്സുകളുണ്ട്. ഇപ്പോൾ ഈ റോഡ് പൂർണ്ണമായിട്ടും ഉപരോധിച്ച് ഈ ബസ്സുകൾ പൂർണ്ണമായിട്ടും തടഞ്ഞ് ആളുകളെ ഇറക്കി വിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയരുന്നുമുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ പോകുന്ന, അതായത് സർവീസ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ബസ്സുകൾ അത്രയും തടഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ആളുകളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത് കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ വഴി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും. അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത്, അതായത് മർക്കസ് കോംപ്ലക്സിനൊക്കെ സമീപത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ KSU പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കളുണ്ട്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആളുകളുണ്ട്, എല്ലാ പ്രവർത്തകരുമുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളതാണ്. റോഡ് പൂർണ്ണമായിട്ടും, അതായത് നിലവിലെ സാഹചര്യത്തിൽ ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നഗരത്തിൽ. കാരണം ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. നമുക്കറിയാം, ഈ സമരമാണ് എന്ന് പറഞ്ഞിട്ടും കുറെ അധികം വാഹനങ്ങൾ ഇന്ന് നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ, അതായത് 10 മണിയോടുകൂടി അടുത്തതോടുകൂടി കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സമരാനുകൂലികൾ ഈ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നഗരത്തിൽ പ്രകടനം നടത്തുകയാണ്. പോലീസിനായിട്ടുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും, അതായത് ബസ് ജീവനക്കാരെ അല്ലെങ്കിൽ ബസ്സുകളെ സ്റ്റാൻഡിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം ഇപ്പോൾ ഇതാ നഗരത്തിൽ മുദ്രാവാക്യം വിളിച്ച് ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ ഈ നഗരത്തിലൂടെ മറ്റൊരു പ്രതിഷേധ പ്രകടനം കൂടി വരാനുണ്ട്. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അത് പ്രഖ്യാപിത അല്ലെങ്കിൽ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുള്ള സമരമാണ്. ആ പ്രഖ്യാപിത സമരം പഴയ DCC ഓഫീസിന് സമീപത്തു നിന്നാണ് വരിക. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളുകളായിട്ട് ഇത്തരത്തിൽ ഈ ഹർത്താലോ ബന്ദ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ നാളുകളായിട്ട് ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പെട്ടെന്ന് UDF ഇത്തരത്തിൽ ഈ സമരം പ്രഖ്യാപിക്കുന്നത്, ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് തൊട്ടുപുറകെ തന്നെ വ്യാപാരികൾ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ സമരത്തിൽ പങ്കെടുക്കില്ലെന്നും കടകൾ തുറക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിലോ കോഴിക്കോട് നഗരത്തിലോ ഒന്നും കാര്യമായിട്ട് കടകൾ തുറക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ കുറച്ച് കടകൾ മാത്രമേ നിലവിൽ തുറന്നിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ KSRTC ബസ്സുകൾ നേരത്തെ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സമരാനുകൂലികൾ ഇടപെട്ട് ഈ ദീർഘദൂര KSRTC ബസ്സുകൾ ഒഴിച്ച് നഗരത്തിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ പൂർണ്ണമായിട്ടും തടയുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ ഒരു രീതിയിലും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ ഈ സമര അനുകൂലികളുണ്ട്. അതോടൊപ്പം തന്നെ വലിയ പോലീസ് സന്നാഹമാണ് കോഴിക്കോട് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്, അതുപോലെ തന്നെ കോഴിക്കോട് മിഠായി തെരുവ് പരിസരം, മാവൂർ റോഡ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം രാവിലെ മുതൽ തന്നെയുണ്ട്. എന്നാൽ രാവിലെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാവിലെ മുക്കത്ത് നിന്ന് ചില വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു, മുക്കത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ. എന്നാൽ പിന്നീട് അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അല്പസമയം മുൻപാണ് ഈ സമരാനുകൂലികൾ ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങുകയും ഈ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസിലെ പ്രവർത്തകർ, അവരുടെ നേതൃത്വത്തിലും അല്പസമയത്തിനകം നഗരത്തിൽ പ്രതിഷേധ പ്രകടനമൊക്കെ നടക്കും. ആ ഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ തടയുക, അതുപോലെ തന്നെ കടകൾ അടപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കോൺഗ്രസിലെയും തന്നെ പ്രവർത്തകർ ഇടപെട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നതും അതുപോലെ തന്നെ കടകൾ അടപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അല്പം മുമ്പ് തടഞ്ഞ ചില ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ, അത്
പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളായിരുന്നു. അതിൽ ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിലേക്ക് പോകേണ്ട ആളുകളുണ്ട്. അപ്പോൾ അവരെ പോകാൻ അനുവദിച്ചിരുന്നു. മറ്റു ഒരു ബസ്സും നിലവിൽ ഇപ്പോൾ നഗരത്തിൽ സർവീസ് നടത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ പ്രവർത്തകർ നഗരത്തിൽ ഇപ്പോൾ ഈ പ്രകടനം നടത്തുന്നതാണ്. അവർ ഈ വാഹനങ്ങൾ പോകുന്ന ഘട്ടത്തിൽ അത് തടയുകയും അതിൽ നിന്ന് ആളുകളെ ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുദ്രാവാക്യ വിളികളുമായി ഇപ്പോൾ നഗരത്തിലൂടെ അവർ പ്രകടനമായിട്ട് നീങ്ങുകയുമാണ്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് നമുക്കറിയാം. ഇന്നലത്തെ സാഹചര്യം പരിഗണിച്ചാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം. കാരണം ഇന്നലെ വലിയ രീതിയിലുള്ള CPM കോൺഗ്രസ് സംഘർഷം വലിയ രീതിയിൽ ഉണ്ടായിട്ട് പോലും പോലീസ് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ സമരത്തിൽ ബസ്സുകൾ തടയുകയാകട്ടെ, കടകൾ അടപ്പിക്കുകയാകട്ടെ, എന്തു തന്നെ ആകട്ടെ, പോലീസിന് യാതൊരുവിധ റോളും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്.